ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്റ്റിപ്സ് കുഞ്ഞാലോട്ട് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള വെജ് റോളാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ വേഗം തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ വെജ് റോൾ ഉണ്ടാക്കാനായിട്ട് അതിൽ സ്റ്റഫ് ചെയ്യേണ്ട മസാലയാണ് ഞാൻ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്. അതിനൊരു പാൻ ചൂടാക്കിയതിന് ശേഷം കുറച്ച് എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോഴേക്കും അതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് വഴറ്റി കഴിയുമ്പോഴേക്കും അതിലോട്ട് 2 ടേബിൾ സ്പൂൺ സവാള പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് 2 മിനിറ്റോളം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴറ്റി കഴിയുമ്പോഴേക്കും അതിലോട്ട് 1/4 കപ്പ് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ചേർക്കേണ്ടത് 1 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ബീൻസ് ചേർക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 മിനിറ്റോളം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്ന. ഇത് നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. അടച്ചു വയ്ക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഒന്ന് എടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതിരിക്കാനായിട്ട്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റോളം നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് റോൾ ചെയ്തെടുക്കാനുള്ള പുറമേയുള്ള ബേസിൽ അതാണ് റെഡിയാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് 1/2 കപ്പ് മൈദ ചേർക്കാം. 1/4 കപ്പ് കോൺഫ്ലവർ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ ആദ്യം തന്നെ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർക്കാം. അത് കുറേശ്ശെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റോൾ ചേർക്കാനുള്ള ബേസിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിന് മതിയാവും, നല്ല ലൂസായിട്ട് കിട്ടണം. ഇതിൽ നമുക്ക് കുറച്ച് എടുത്തൊരു ചെറിയൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. 2-3 സ്പൂൺ മതിയാവും. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ, ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വേണം നമ്മളത് വെക്കാനായിട്ട്. ചെറുതായിട്ടും ചൂടായി കഴിയുമ്പോഴേക്കും ആ പാനും ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദയുടെയും കോൺഫ്ലവറിൻ്റെയൊക്കെ ആ മിക്സ്ചറില്ലേ, അത് ഒരു ബ്രഷ് വെച്ചിട്ട് ഇതിലൂടെ നമുക്ക് ഇങ്ങനെ ഈ രീതിയിലൊന്ന് പുരട്ടി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് അതവിടെ പിടിച്ചിരിക്കും. അതെന്താണ് ലോ ഫ്ലെയിമിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഈ രീതിയിൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 30 സെക്കൻഡോളം ഇതൊന്ന് വേവാനായിട്ട് വയ്ക്കാം.
എന്നിട്ട് പതുക്കെ ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ വിടിയിപ്പിച്ചെടുക്കാം. തന്നെ പതുക്കെ പതുക്കെ വിടിയിപ്പിച്ചെടുക്കാം. പതുക്കെ നമുക്ക് ഒന്ന് പൊക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ റോൾ ചെയ്തെടുക്കാനുള്ള ബേസ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ബാക്കിയുള്ള മാവും ഇങ്ങനെ തന്നെ ഒഴിച്ച് ഈ രീതിയിലെടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഇതിൽ ഫില്ല് ചെയ്തെടുക്കാം നമ്മൾ ആ മസാല. എന്നിങ്ങനെ നിവർത്തി വെച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല കുറച്ച് 1 സ്പൂൺ മതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് മുമ്പ് ആ മൈദയുടെ മാവിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചില്ലായിരുന്നു ഒരു പാത്രത്തിൽ. അത് നോക്കി അതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. എല്ലാ സൈഡിലും നന്നായിട്ട് തേച്ച് കൊടുക്കണം. അതിനുശേഷം ഈ രീതിയിൽ മടക്കിയെടുക്കാം. ഇതിൻ്റെ അറ്റത്തൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിലോട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കിത് ഓരോന്നും അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം 2 സൈഡും. ഇതിൻ്റെ ഒരു സൈഡൊക്കെ നന്നായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിടാം. ഇപ്പോൾ 2 സൈഡിൽ നിന്നിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത് കോരി എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം എല്ലാം. അപ്പോൾ നമ്മുടെ വെജ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടമാണെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ വീണ്ടും കാണാം. ബൈ.